അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുമ്പോഴും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുകുളങ്ങൾ വൃത്തിയാക്കേണ്ടിയിരുന്നു. എന്നാൽ രോഗം പടർന്നു പിടിക്കുന്നത് തടയാൻ ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ആരോഗ്യവകുപ്പ് കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. മരുന്ന് എത്തിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പം നമ്മുടെ മുമ്പിലുള്ള അടിയന്തര സാഹചര്യം ഏതാ? ഇപ്പോൾ മരുന്ന് ലഭ്യമാക്കുക എന്നുള്ളതാണ്. മരുന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്. കുളം മാത്രമല്ല, പരിസരവും കുളവും എല്ലാം വൃത്തിയായിരിക്കണം. ജലസ്രോതസ്സുകൾ വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ ലക്ഷ്യം വെച്ചാണ് സർക്കാർ നിയമ ഭേദഗതി തന്നെ കൊണ്ടുവന്നത്. മുനിസിപ്പൽ ആക്ട്, പഞ്ചായത്ത് രാജ് ആക്ടിലൊക്കെ ഭേദഗതി വരുത്തി ജലസ്രോതസ് മലിനമാക്കിയാൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കി മാറ്റിയത് ഈ വർഷമാണ് നമ്മൾ ഗവൺമെൻറ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. മാത്രമല്ല, ഫൈൻ ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചു. ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലിനമാക്കുന്നത് വൃത്തിയാക്കൽ മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ ജോലി. നിർബാധം മലിനമാക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ സമയാസമയങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വൃത്തിയാക്കണം, ഒപ്പം മലിനമാക്കുന്നത് തടയുകയും വേണം. രണ്ടിനുമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നതിനുള്ള തെളിവാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. പൊതുജലാശയങ്ങളിൽ രോഗത്തിന് കാരണമായിട്ടുള്ള അമീബ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പോലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടില്ല. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചയോ യോഗമോ നടന്നിട്ടില്ല എന്നും പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. നല്ല നിലയിൽ തന്നെ ശുചീകരണം നടന്നിട്ടുണ്ട്. ഈ വർഷം ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായതും പറഞ്ഞിരുന്നല്ലോ. ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നു എന്നതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പെരുമാറ്റച്ചട്ടം മൂലമുണ്ടായ പ്രയാസം, ഇലക്ഷൻ കമ്മീഷൻ്റെ ചില നിയന്ത്രണങ്ങൾ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അസംബ്ലിയിലും പറഞ്ഞ കാര്യമാണ്. ആ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും നല്ല നിലയിൽ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാൽ പൊതുജലാശയങ്ങൾ വൃത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് മന്ത്രിയുടെ വാദം. നിലവിലിപ്പോൾ മരുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണ് പ്രാഥമികമായിട്ടുള്ള പരിഗണനയെന്നും മറ്റു കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്ന നിലപാടിലുമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ജനം, തിരുവനന്തപുരം.